സംസ്ഥാനത്ത് സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള മരണങ്ങളിൽ ഗണ്യമായ വർധനവെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. അച്ഛൻ കിടക്ക്, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. നീ ഇന്ന് പണിക്കൊന്നും പോയില്ലേടേ? നീ ഇരി. ഇല്ല പിന്നെ നിനക്കിപ്പോഴും മേസിൽ പണി തന്നെ അല്ലേടേ? നീ കൊറേ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നല്ല, അതൊക്കെ എന്തരായി? ആ ലിസ്റ്റൊക്കെ ഭരണം മാറിയപ്പോ ക്യാൻസൽ അയച്ച. ഇപ്പോഴും ടെസ്റ്റൊക്കെ എഴുതുന്നുണ്ട്. ഇവിടെ ഓരോരുത്തന്മാര് പെണ്ണ് കെട്ടാൻ വരുമ്പോ PSCയുടെ ലിസ്റ്റിലുണ്ട്, ഇപ്പൊ എടുക്കും നാളെ എടുക്കും എന്നൊക്കെ പറഞ്ഞ് പെണ്ണങ്ങ് കെട്ടും. 5-6 മാസം കഴിഞ്ഞ് ലിസ്റ്റങ്ങാവിയായി പോവും. പിന്നെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്ത്രീധനം ഉപയോഗിച്ച് സുഖിച്ചൊരു ജീവിതം. അച്ഛാ, 21 വർഷം ഞാൻ അച്ഛന്റെ കൂടെ ജീവിച്ചു, അച്ഛന്റെ മകളായിട്ട് ഈ വീട്ടിൽ. ഇനി എന്റെ ജീവിതകാലം മുഴുവനും ജീവിക്കേണ്ടത് ഈ മനുഷ്യന്റെ കൂടെയാ, എന്റെ ഭർത്താവിനൊപ്പം. ഗവൺമെന്റ് ജോലി അല്ല അച്ഛാ ഒരാണിന്റെ ക്വാളിറ്റി, കുടുംബം എങ്ങനെ നോക്കുന്നു എന്നതാ. അക്കാര്യത്തിൽ എന്റെ ഭർത്താവ് 100-ൽ 110% പെർഫെക്റ്റാ. ഗവൺമെന്റ് ജോലി എല്ലാവർക്കും ഒരു സ്വപ്നം തന്നെയാണ് എന്നും പറഞ്ഞ് ഗവൺമെന്റ് ജോലി ഇല്ലാത്ത ഒരു മനുഷ്യരാണ് അച്ഛാ. അച്ഛൻ തന്ന സ്ത്രീധനം അത് മക്കൾക്കും അവരുടെ നിലനിൽപ്പിനും ഉപയോഗിക്കാനുള്ളതല്ലേ, അല്ലാതെ ലോക്കറിൽ കെട്ടിപ്പൂട്ടി വെച്ച് കണ്ടുകണ്ടിരിക്കാനാണോ? അച്ഛൻ എന്നെ പൊന്നുപോലെയാ നോക്കിയതും വളർത്തിയതും. പക്ഷേ ഇപ്പോ എനിക്ക് അച്ഛനെക്കാളും വലുത് എന്റെ ഭർത്താവ് തന്നെയാണ്. നമ്മുടെ അച്ഛനല്ലേടാ, വിഷമം കൊണ്ട് പറഞ്ഞത് വിട്ടുകളി.